ഞാനാ 30 ഇവരിൽപ്പെട്ടതല്ല. ആണോ? അല്ല. ഏകാധിപതിയാ ഞാൻ, നിങ്ങളെപ്പോലെ. നിങ്ങൾ ഏകാധിപതിയല്ലേ? സാമന്തന്മാരല്ലേ? സാമന്ത രാജാക്കന്മാരല്ലേ? നിങ്ങളുടെ മഹാരാജാവിന്റെ അടുക്ക മാത്രമല്ലേ നിങ്ങളുടെ അടിയറ ഓറിയുള്ളൂ? മറ്റുള്ളവർക്ക് പറയണോ? വേണ്ട എന്ന പോലെ. അതുകൊണ്ട് എനിക്ക് കരിങ്കൽ ചിത്രം വിടാന്ന്, വെള്ളിശ്രീ വീടല്ല. കരിങ്കല്ലിനെ കൊണ്ട് കെട്ടിയിരിക്കുന്ന, കരിങ്കല്ല് മാത്രം ഒറ്റക്കല്ല് കൊത്തിയിരിക്കുന്ന വീടാണ് എനിക്ക്. 2-3 കല്ലല്ല, ഒറ്റക്കല്ലുകൊണ്ട് കരിങ്കൽ ചിത്രം വിടാം. കാരണം അതൊരിക്കലും ക്ഷയിച്ചു പോവില്ലല്ലോ. അരിച്ചു പോവോ കരിങ്കല്ല്? എത്ര കൊല്ലം കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാവില്ലേ? മരപ്പൂടായാലോ അരിച്ചു വെച്ചു പോവും അല്ലെ? മാറ്റേണ്ടി വരും. അപ്പൊ അത്രയും ആധികാരികമായിട്ടിരിക്കുന്നവനാ ഞാൻ എന്നല്ലേ അതിന്റെ അർത്ഥം. കരിങ്കൽ ചിത്രവർത്തങ്ങളിരിക്കും. പക്ഷെ ഇവിടെ എന്റെ വാണവരുടെ നിലവറ്റത്ത് ഞാൻ എത്തിയിരിക്കുന്ന സമയത്ത് ആ കരിങ്കലിനെ കൊണ്ടൊന്നും ഉണ്ടാക്കി തരാൻ ഇപ്പൊ കഴിയാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ സ്ഥിരപ്രതിഷ്ഠ വേണ്ടേ? അപ്പൊ അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും പാലിക്കാൻ ഇന്നുള്ള കുട്ടികൾക്ക് സാധിച്ചൊന്നും വരില്ല. സാധിക്കോ? അപ്പൊ അതൊന്നും വേണ്ട. എന്താ വേണ്ടത്? ഇവിടെ വരുമ്പോ തൽക്കാലം ഇരിക്കാൻ എടുക്കും കൂടം. അതൊന്നും ഒരു മരപ്പുട മതി. ഞാൻ അങ്ങനെ തീരുമാനിച്ചപ്പോരെ. മുൻപേ എനിക്ക് അതും ഉണ്ടായിട്ടില്ല. ഉണ്ടായിനോ? നിങ്ങൾ തന്നെ ദൈവം അങ്ങനെ നിൽക്കണ്ട, കുറച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്നത് അല്ലേ? ആ സന്തോഷം ഞാൻ വാങ്ങി അനുഭവിച്ചോട്ടെ, ഇരുന്നോട്ടെ ഞാൻ. കാരണം എനിക്കിരുന്ന് പഴിച്ച, നടന്നു പഴിച്ച എന്റെ ചെറുക്കനാ. അവര് പിന്നെ പോളൊന്നും പണിതില്ല. പക്ഷെ എന്നാലും നിങ്ങൾ കൊടുക്കും. അതുകൊണ്ട് ഓക്കെ പറയാൻ പെടുന്നുണ്ട. അയോധ്യ രാജധാനിങ്കൽ ആദോതാൽ പരബ്രഹ്മ ബ്രഹ്മണോ